മുൻ എംഎൽഎയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി.വി. അൻവറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ കിട്ടിയ ഇഡി പി.വി. അൻവറിനെ കൊച്ചി ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടല്ല ഇഡി പരിശോധനയെന്നും KFC വായ്പയുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്നും പി.വി. അൻവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് KFCയുമായി ബന്ധപ്പെട്ട് 2015 ഞാൻ MLA ആകുന്നതിന് മുമ്പെടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ED ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയിട്ട് അവരുടെ സെറ്റിൽമെൻറ്റ് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ച് നമ്മൾ കത്ത് കൊടുത്തു. ആ കത്തിന് മറുപടി വരുന്നതിന് മുമ്പാണ് ഈ ലീഗൽ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. അല്ല, രാഷ്ട്രീയ എല്ലാത്തിലുണ്ടല്ലോ, രാഷ്ട്രീയം തന്നെയാണല്ലോ എല്ലാം. എല്ലാവർക്കും വൺ ടൈം സെറ്റിൽമെൻറ്റ് കൊടുത്തതാണ് KFC, എല്ലാ ഘട്ടത്തിലും കൊടുക്കുന്നതാണ്. നമ്മൾ കൊടുത്തത് റിജക്റ്റ് ചെയ്ത് ഒരു സെക്കൻഡ് ഓഫർ ചോദിച്ചിട്ട് അതിനുള്ളൊരു റിപ്ലൈ പോലും നമുക്ക് തരാതെ അറ്റാച്ച്മെൻറ്റ് നോട്ടീസിലേക്കാണ് പോയത്. അത് തീർത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതിലുണ്ടാവും എന്നുള്ളത് ആർക്കും നോക്കിയാലും മനസ്സിലാവുമല്ലോ. ദീപക് ധർമ്മടം, ദീപക് ഓൾറെഡി ഈ പറയുന്ന പോലെ ഒരു വിജിലൻസ് കേസ് ഉള്ളതാണ് 12 കോടി വായ്പയിൽ. അപ്പോൾ അതിൽ തന്നെയാണ് ഇഡിയുടെ വരവ് എന്നാണ് അൻവർ പറയുന്നത്. അങ്ങനെയാണോ ദീപക്? യഥാർത്ഥത്തിൽ അൻവറിനെതിരെ നേരത്തെ ED കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ കേസ് അൻവറിൻ്റെ ഈ വിജിലൻസ് കേസിൻ്റെ ചുവട് പിടിച്ചാണ്. പക്ഷേ ആ വിജിലൻസ് കേസിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിലേക്ക് അന്വേഷണം നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് EDയുടെ പ്രാഥമികമായ കണ്ടെത്തൽ. അതായത് KFCയിൽ നിന്നും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും അനധികൃതമായ ഒരു ലോൺ സംഘടിപ്പിക്കുന്നു, അതിന് കൊളാട്രൽ സെക്യൂരിറ്റി പോലും ഇല്ല, ആ പണം പിന്നീട് മറ്റു പലതിനും വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായ കണ്ടെത്തൽ. മറ്റൊന്ന്, പല കേന്ദ്രങ്ങളിൽ നിന്നും അൻവറിന് പണം വന്നു, അത് ബിനാമിയായിട്ടാണ് വന്നത് എന്നുള്ളതൊക്കെയാണ് ED കണ്ടെത്തുന്നത്. EDയുടെ കണ്ടെത്തൽ അതിലേക്കാണ് എത്തുന്നത്. ഏതായാലും അൻവർ പറയുന്നത് എന്നാൽ ഇത് KFCയുടെ അന്വേഷണം മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ ED കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് അൻവറിൻ്റെ സാമ്പത്തിക സ്രോതസ്, അതുപോലെ മണി ലോണ്ടറിങ്ങിൻ്റെയും ബിനാമി ഇടപാടിൻ്റെയും പരിധിയിൽ വരുന്ന ഒരുപാട് ട്രാൻസാക്ഷൻസ്, ഇതിലേക്കുള്ള തെളിവുകളാണ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി, ഏതാണ്ട് 2 മാസക്കാലമായി ED ഇതിന് പുറകിലുണ്ടായിരുന്നു എന്നുള്ളതും, ഈ കൊച്ചിയിലെ EDയുടെ യൂണിറ്റ് 4 ആണ് ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത്. അതിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ നേരിട്ടാണ് ഇതിൻ്റെ അന്വേഷണത്തിലുള്ളത്. രഹസ്യ വിവരശേഖരണത്തിൽ തന്നെ പല സോഴ്സുകളിൽ നിന്നും പണം എത്തിയിട്ടുണ്ട്. ആ സോഴ്സുകളെല്ലാം തന്നെ ഇൻവിസിബിൾ ആണ്. പലതും ഈ സാമ്പത്തികമായിട്ട് മറ്റ് അട്ടിമറികളും മറ്റ് ബിനാമി ഇടപെടലുകളും നടത്തുന്നതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് EDയുടെ സംശയം. ഏതായാലും ED നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. അടുത്ത ദിവസം തന്നെ നോട്ടീസ് നൽകുമെന്നുള്ളതാണ് ED ആസ്ഥാനത്ത് നിന്നും അറിയാൻ സാധിച്ചത്. ഹാഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. KFCയിൽ എടുത്ത ലോണ് 12 കോടി. അപ്പോൾ അത് പക്ഷേ അത് PMLAയിലേക്കോട്ടൊക്കെ എങ്ങനെ വരും എന്ന കാര്യമൊക്കെ വ്യക്തമാവട്ടെ. ഇനി എന്തോ രേഖകളൊക്കെ പിടിച്ചെടുത്തു എന്ന് പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.